എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ബുക്കൊക്കെ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പോലും വിട്ടുപോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇന്ന് ബുക്കൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയട്ടെ. ഞാൻ ഇതുവരെ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് അരോന എന്നാണ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഒരു നേഴ്സ് ബൈ പ്രൊഫഷനാണ്. ഞാൻ നാട്ടിലാണ്, കേരളത്തിലാണ് നഴ്സിംഗ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ജോലിയൊന്നും ചെയ്യാൻ പോയില്ല, എക്സ്പീരിയൻസ് എടുത്തില്ല. ഞാൻ അതിനുശേഷം ജർമ്മൻ പഠിച്ചിട്ട് നേരെ ജർമ്മനിക്ക് വന്നു. അപ്പോൾ എനിക്ക് 3 മാസം പ്രാക്ടിക്കൽ ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം എക്സാം എഴുതി പാസ്സായി, ഞാനിവിടെ നിന്നു. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ ഞാനിപ്പം പ്രാക്ടീസ് അനലൈറ്ററായിട്ട് വർക്ക് ചെയ്യാണ്, വെച്ചാൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട്. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ഡീറ്റെയിൽസ്. പിന്നെ എനിക്ക് 2 അനിയത്തിമാരാണ് ഉള്ളത്. ഞങ്ങൾ 3 പേരും നേഴ്സസ് ആണ്. അതിൽ എൻ്റെ ഇളയ അനിയത്തി ഇവിടെ ഓൾറെഡി ജർമ്മനിയിലുണ്ട്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഏറ്റവും ഇളയ അനിയത്തി ഞാനും അവളായിട്ട് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്. അത് കാരണം അവളിപ്പോൾ നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞു, പിന്നെ ഇപ്പം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നെഗറ്റീവായിട്ടും തോന്നിയിട്ടില്ല. നല്ലൊരു രാജ്യമായിട്ടും എല്ലാം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ അനിയത്തിമാർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്തത്. ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഇവിടുത്തെ ഈ അഡാപ്റ്റേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള എക്സാമിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഒരുപാട് സംശയമാണ്. എനിക്കാണെങ്കിലും സംശയം ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ്, നാട്ടിൽ നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റ് ഹെസൻ ആണ്. എല്ലാ സ്റ്റേറ്റിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. അപ്പം എക്സാം എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് നേഴ്സായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് B2 സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ B1 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ പ്രാക്ടിക്കം കിട്ടുന്ന സമയം ചിലവർക്ക് 3 മാസം, ചിലവർക്ക് 6 മാസമൊക്കെയാണ് പ്രാക്ടിക്കം കിട്ടുക. ഇപ്പം അങ്ങനെ ടൈം ഒന്നുമില്ല, നമ്മൾ എക്സാം പാസ്സാവുന്നതാണ് അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ. നമുക്ക് കിട്ടും ഈ ഒരു ഡേറ്റിനുള്ളിൽ നമ്മൾ എക്സാം പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡെഫിസിറ്റ് പെഷൈഡ് എന്ന് പറയും. നമുക്ക് ഇവിടുത്തെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു പേപ്പർ കിട്ടും, ഒരു പെഷൈഡ്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും ഈ ഡേറ്റിനുള്ളിൽ നമ്മുടെ ഈ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടാവും. ആ ഒരു ഡേറ്റാണ് ഇതിൻ്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കാലാവധിയിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. ഏറ്റവും മിനിമം ഒരു 6 മാസമൊക്കെ എടുക്കും കേട്ടോ. ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടി ഏറ്റവും മിനിമം ഒരു 6 മാസം എടുക്കും. അപ്പോൾ നമ്മളിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലത്ത് ഈ ഒരു ഓഫീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടുന്ന ഒരു പേപ്പറിൻ്റെ പേരാണ് ഡെഫിസിറ്റ് പെഷൈനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച നഴ്സിംഗ് കോഴ്സ് ഇവിടുത്തെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആയിട്ട് ഒരു കമ്പയർ ചെയ്യും. ഓരോ മണിക്കൂറുകളും എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര തിയറി അവേഴ്സ് ആണ്, ഇത്ര പ്രാക്ടിക്കൽ അവേഴ്സ് ആണ് എന്നൊക്കെ ഉണ്ടല്ലോ, അത് ഇവരുടെ ആയിട്ട് നമ്മൾ ഇവിടുത്തുകാരെ കമ്പയർ ചെയ്യും. എന്നിട്ട് അതിലെന്താണോ നമുക്ക് കുറവുള്ളത് ആ കുറവുള്ള സാധനം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ടൈം തരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ വരുന്നു, നമുക്ക് ഏത് വാർഡാണോ കിട്ടിയിരിക്കുന്നത് ആ വാർഡിൽ നമ്മൾ ജോലി ചെയ്യുന്നു, നോർമലായിട്ട് ജോലി ചെയ്യുന്നു. നമ്മളൊരു പ്രാക്ടീസ് അനലൈറ്ററിൻ്റെ കൂടെ ആയിരിക്കും ജോലി ചെയ്യുക. അപ്പോൾ അയാളാണ് നമ്മളെ ഗൈഡ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ സ്റ്റുഡൻസ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാലറി കിട്ടും. പക്ഷേ അത് ഇവിടുത്തെ ഒരു ഫ്ലീഗെ ഹെൽഫറിൻ്റെ സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സാം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതുപോലെ ഒരു മ്യൂണിറ്റലിഷ്യ പ്രൂഫും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈവയൊക്കെ പോലത്തെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 3 ആഴ്ചയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. എന്ന് വെച്ചാൽ കറക്റ്റ് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച അങ്ങനെയല്ല. 1 മാസം ഒരാഴ്ചയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം അടുത്ത ഒരാഴ്ച, അല്ലെങ്കിൽ ഇപ്പോൾ 1 മാസത്തിൽ 2 ആഴ്ച, അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസപ്പെട്ടിട്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ബിൽഡിംഗ് സെൻ്ററാണ്. എന്ന് വെച്ചാൽ നോർമലി ഇവിടുത്തെ കുട്ടികൾ നഴ്സിംഗ് പഠിക്കുന്ന ആ ഒരു നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലം, അവരുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ 3 ആഴ്ചത്തെ സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇപ്പോൾ ഓരോ ഡിസീസ് കണ്ടീഷൻസിനെ കുറിച്ച്, പിന്നെ ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച്. നഴ്സിംഗ് പഠിച്ചവർക്ക് അറിയാം, നമ്മൾ ഈ നഴ്സിംഗ് കെയർ പ്ലാൻ ഒക്കെ എഴുതത്തില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 ആഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂണിറ്റലിഷ്യ പ്രൂഫും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ആഴ്ചത്തെ ഈ ഒരു തിയറി ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ എക്സാം നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പിറ്റേ ദിവസം നമുക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റും. ഈ മെയിൻ എക്സാമിന് മുന്നേ പ്രോബേ എക്സാം എന്ന് വെച്ചാൽ മോഡൽ എക്സാമും അവർ പ്രൊവൈഡ് ചെയ്യും. ഇനി എക്സാമിനെ കുറിച്ച് പറയാം. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിപ്പം ഇന്ന് നാളെയായിട്ടാണ് എക്സാം നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന്
ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പോൾ നമുക്ക് 2 or 3 പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ പേഷ്യൻസിൻ്റെ നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറയത്തില്ല, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ പേഷ്യൻസിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ എഴുതി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നാളത്തേക്ക് വേണ്ട പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യുക, എന്തൊക്കെയാണ് ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത്. പിന്നെ ഒരു പ്ലാൻ പോലെ ഉണ്ടാക്കി എഴുതണം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ സാധനങ്ങൾ, നാളത്തേക്കുള്ള ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ എല്ലാം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. പിറ്റേ ദിവസം വരുമ്പോഴാണ് പ്രാക്ടിക്കൽ മെയിൻ എക്സാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ 3 പേഷ്യൻസിൻ്റെ അടുത്തും പോകണം. അപ്പോൾ അവിടെ എന്തൊക്കെയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് വെച്ചേക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ എക്സാമിനേഴ്സ് കൂടെ ഉണ്ടാവും. അത് പ്രാക്ടീസ് അനലൈറ്റേഴ്സ് ആയിരിക്കും. അവരിങ്ങനെ നോക്കി നിൽക്കും നമ്മൾ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ പ്രൊസീജിയർ വൈസ് ആണോ ചെയ്യുന്നത്, ഹൈജീൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് കാണിക്കും. അപ്പോൾ ഈ 3 പേഷ്യൻ്റെ അടുത്തും പോകും. അപ്പോൾ ഈ കറക്റ്റ് സമയത്തിനുള്ള നമ്മൾ ചെയ്ത് തീർക്കുക. ഇത്രയേ ഉള്ളൂ പ്രാക്ടിക്കൽ എക്സാമിന്. ഈ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഈ പ്രാക്ടിക്കൽ എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയും അവർ പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ മെയിൻ എക്സാമിൻ്റെ സമയത്ത് ഈ പ്രാക്ടിക്കൽ എക്സാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ ബൈ പറഞ്ഞ് ഇവർ പോകത്തേ ഉള്ളൂ. നമ്മളോട് കറക്റ്റായിട്ട് പറയത്തില്ല, സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയില്ല അവർ പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇനി വരാൻ പോകുന്നതാണ് മ്യൂണിലിഷ്യ പ്രൂഫും അഥവാ വൈവ. ഈ മ്യൂണിലിഷ്യ പ്രൂഫിംഗ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫാൾ ബൈഷ്പീൽ തരും. ഇപ്പം നമ്മൾ നിൽക്കുന്ന വാർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഫാൾ ബൈഷ്പീൽ തരുന്നത്. ഫാൾ ബൈഷ്പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു, ഈ പേഷ്യൻറ്റിന് ഇന്ന സിംറ്റംസ് ആണ്, അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു കഥ പോലെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അടിയിലുണ്ടാവും ഈ ഡിസീസ് കണ്ടീഷൻ എന്താണ്, ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണ്, മാനേജ്മെൻറ്റ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഈ 2 ഫാൾ ബൈഷ്പീൽ നമുക്ക് വായിച്ച് നോക്കിയിട്ട് ഇതിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതിനെക്കുറിച്ച് നമ്മളൊരു 25-30 മിനിറ്റ് നേരം ഇവരോട് സംസാരിക്കണം. ഇത് സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് 1 മണിക്കൂർ സമയം നമുക്ക് ഇതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫോണും കാര്യങ്ങളൊന്നുമില്ല, അല്ലാണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടിരിക്കും. നമ്മൾ 1 മണിക്കൂർ നേരം നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 25-30 മിനിറ്റ് നേരം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ നമ്മൾ പറയാനുണ്ടെന്ന് നോട്ടൊക്കെ എഴുതി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് 1 മണിക്കൂർ സമയം. അത് കഴിഞ്ഞ് 25-30 മിനിറ്റാണ് ഇതിൻ്റെ മ്യൂണിലിഷ്യ പ്രൂഫ് നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 25-30 മിനിറ്റാണ് ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞല്ലോ. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 30 മിനിറ്റ് നിങ്ങൾ തന്നെ സംസാരിക്കാൻ നോക്കണം. ഇതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് കാര്യങ്ങളും പറയാം. ഈ ഒരു സമയം നിങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾ എപ്പോൾ സംസാരം നിർത്തുന്നോ അപ്പം എക്സാമിനേഴ്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ സമയം മുഴുവൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് സംശയം ചോദിക്കില്ല. കാരണം ഈ 25-30 മിനിറ്റ് ഇത് സംസാരിക്കണം എന്നുള്ളത് ഇവരുടെ നിയമമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പം ഈ സ്റ്റുഡൻസ് നമ്മൾ ഇറങ്ങിപ്പോകും. അതിനുശേഷം ഇവരെ പ്രാക്ടീസ് അനലൈറ്റേഴ്സ് 2 പേര് സംസാരിക്കും ഓക്കെ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ വിളിച്ചിട്ടാണ് നമ്മൾ പറയണത് ഇവർ പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് രണ്ടിനും പാസ്സാവണം. വെച്ചാൽ പ്രാക്ടിക്കൽ എക്സാമിനും പാസ്സാവണം, അതുപോലെ മ്യൂണിലിഷ്യ പ്രൂഫിങ്ങിന് വൈവയ്ക്കും നമ്മൾ പാസ്സാവണം. സെപ്പറേറ്റ് ആയിട്ട് പാസ്സാവണം, മിക്സ് ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പാസ്സായി. പിന്നെ നമുക്ക് BT സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സ്പ്രാഹ് പ്രൂഫിംഗ് അല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് ഈ നഴ്സിംഗിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ എത്രത്തോളം ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഇല്ലാതെ, അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ, ഇപ്പോൾ നോമൻ വെർബ് കോൺജുഗേഷൻ ശരിയാണോ, അല്ലെങ്കിൽ കറക്റ്റ് പ്രൊപ്പോസിഷനാണോ ഇവിടെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ വെർബ് കോൺജുഗേഷൻ ചെയ്തത് ശരിയാണോ, ഇതൊന്നും ആരും നോക്കൂല. മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ രീതിക്ക് മാത്രമേ ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിനു മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ആ വാക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ വാക്ക് പറയണ്ട. നിങ്ങൾ ആ കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തേച്ചാൽ മതി. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഈ എക്സാം നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്കറിയാം നിങ്ങൾ ഈ വന്ന് 3, 4, 5, 6 മാസം കൊണ്ട് ഇത്രയ്ക്ക് ഒരു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം അങ്ങനത്തെ രീതിക്ക് ഇരിക്കുക, ടെൻഷൻ ആവാണ്ട് എക്സാം എഴുതുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും ഒരു ഭയങ്കര ബാലികേറാമല എന്ന് പറയുന്ന സാധനമൊന്നുമല്ല. ഈ ഒരു പ്രാക്ടിക്കം സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റാത്തതായിട്ടില്ല. അതുകൊണ്ട് ഇത് പാടാണോ എന്ന് ആരും ചോദിക്കരുത്. കാരണം അത്രയ്ക്ക് ഈസി ഒന്നുമല്ല. കാരണം നമുക്കറിയാത്തൊരു ഭാഷയാണല്ലോ എന്നോർത്തുകൊണ്ട് ഇത് എല്ലാവരും പാസ്സാവുന്നൊരു കാര്യമല്ലേ. അത് കാരണം നമ്മൾക്ക് അത്യാവശ്യമായിട്ട് കുറേയൊക്കെ സംസാരിക്കാനൊക്കെ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാസ്സായി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കുമ്പോൾ നല്ലതായിട്ട് പഠിക്കുക. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. പിന്നെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പാസ്സാക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാക്കും. നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങളൊക്കെ തെറ്റിക്കാതൊക്കെ ഉണ്ട് അതിനകത്ത്. അതിൽ കൂടുതൽ തെറ്റിച്ചാൽ മാത്രമാണ്, അത്രയും ഇതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പാസ്സാവാതിരിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ പാസ്സാവാത്ത ആളുകൾ
എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചിലവരൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവർ ഫെയിലായി പോയത് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ ആ ടെൻഷൻ കൊണ്ടായിരിക്കാം. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ഇപ്പം ഫുഡ് കഴിക്കാൻ പറ്റാത്തവർക്ക് മൂക്കിക്കടയും കറക്റ്റ് വയറ്റിക്കടയൊക്കെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പം എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പം ആ സാധനമൊക്കെ ഇട്ടിട്ട് അത് കണക്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ ഇപ്പം നോർമലി ഹോസ്പിറ്റൽസിൽ ചില ക്രീമുകളും സാധനങ്ങളും ഒക്കെ നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കും. അത് നോർമലി അങ്ങനെ കൊടുക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഇപ്പം ചിലവർക്ക് ഇൻസുലിൻ കിട്ടും. അപ്പോൾ ആ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ അവരുടെ ഡയബറ്റോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് അവർ പ്രത്യേകമായിട്ട് ഇൻസുലിൻ ഇങ്ങനെയാണ് ഇൻസുലിൻ കുത്തുന്നത് എന്നുള്ള ഇതുമായിട്ട് വരും. പക്ഷെ നമ്മുടെ ഡോക്ടേഴ്സ് അത് ചിലപ്പം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നോർമൽ സിറ്റുവേഷനിൽ നമ്മളത് ചെയ്യും. പക്ഷെ എക്സാമിൻ്റെ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു മെഡിസിൻ പോലും, ഒരു സാധനം പോലും നമ്മൾ പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ഇവിടെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫെയിൽ ആവുന്നത്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ ദിവസം ഈ പ്രിപ്പറേഷൻ ടൈമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവരോടൊക്കെ ചോദിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള പ്രാക്ടീസ് അനലൈറ്റേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ ഇത് പഠിച്ചിട്ടാണല്ലോ വരുന്നത്. അതുപോലെ ഇവർ കോച്ചിങ് തരും. ഇപ്പോൾ ഇവർ ഈ 3 ആഴ്ച സമയത്ത് ഇവർ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇവർ പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷമാണ് ഇവർ എക്സാം ഇടിയിപ്പിക്കുന്നത് ശരിക്കും. അങ്ങനെ നമുക്ക് പാസ്സാവാൻ പറ്റും. എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയണ പോലെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കുക. നാട്ടിൽ നിന്ന് വരാനുള്ളവർ ടെൻഷൻ അടിക്കാണ്ട് വരിക. ഇവിടെ ഉള്ളവർ ടെൻഷൻ അടിക്കാണ്ട് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇത് ഉപകാരപ്രദമാകുമെന്നുള്ളവർക്ക് അയച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.